ഭക്തിയെക്കുറിച്ചുള്ള അറിവേ ഉണ്ടാവുള്ളൂ. ലോകത്തെക്കുറിച്ചുള്ള അറിവൊക്കെ ഭക്തി കൊണ്ടുണ്ടാവുമെന്നൊന്നും ഉറപ്പിക്കരുത്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കരുത്. അതൊക്കെ കിട്ടിയത് സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിൽ. കാരണം ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ശ്രദ്ധ ചെലുത്തിയത് എന്നെക്കുറിച്ച് അറിയാനാണ്, ലോകത്തെക്കുറിച്ച് അറിയാനാണ്. ലോകം ഉണ്ട്, അത് കാണുന്നുണ്ട്, അത്യാവശ്യമൊക്കെ ലോകത്തെക്കുറിച്ചൊരു അറിവ് വേണം, അത്യാവശ്യം ജീവിക്കാൻ വേണ്ട അറിവ് വേണം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊക്കെ വലിയ ശ്രദ്ധ അവർ അതിന് കൊടുത്തിട്ടില്ല, അവരതിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലോക വിവരം ഭാഗവതം വായിച്ചാൽ കിട്ടുമോ എന്ന് വെച്ചാൽ വലിയ വിഷമമാകും. അത് ഓർപ്പിക്കാൻ കഴിഞ്ഞാൽ കിട്ടാതിരിക്കാം. അത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മറ്റു ഇടപെടലുകളും അനുസരിച്ച് ലോകവിവരമൊക്കെ ഭക്തിയിൽ നിന്നുണ്ടാകാം, ഉണ്ടാകാതെയും ഇരിക്കാം. പക്ഷേ ഭക്തിയിൽ നിന്നുണ്ടാകേണ്ടത് എന്നെക്കുറിച്ചുള്ള അറിവാണ്. പക്ഷെ അതിലൊരു കാര്യം ആലോചിക്കേണ്ടത്, നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു എന്താ പറയുക, സ്കൂൾ വിദ്യാഭ്യാസത്തിലോ അക്കാഡമിക്കൽ സിസ്റ്റത്തിലോ എവിടെയും ഞാൻ, എന്നെ അങ്ങനൊരു വസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കണേ ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കാര്യമായിട്ട് കൊടുക്കുന്നില്ല. അഥവാ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എന്ത് മാത്രമേ ഉള്ളൂ, ഞാൻ വലുതായിട്ട് ആരാവണം, അത് വീണ്ടും ലോകമാണ്, അത് ഞാനല്ല. ഞാൻ ഇന്ന ജോലിക്ക് പോകണം, IAS ആവണം, ഡോക്ടറാവണം, എഞ്ചിനീയറാവണം. ഞാൻ ഡോക്ടറാണെന്ന് വീണ്ടും ലോകത്ത് തന്നെയാണ് എത്തുന്നത്. അത് ഞാനല്ല, ഞാൻ എടുക്കുന്ന ഒരു വേഷം മാത്രമാണ്, അല്ലേ? ഞാൻ എടുത്തു വയ്ക്കുന്ന ഒരു വേഷമാണ്, ഡോക്ടറാണ്, അധ്യാപകനാണ്, ഇന്നതാണെന്നുള്ളത് ഒരു വേഷമാണ്. ആ വേഷക്കെട്ടിനെ കുറിച്ച് മാത്രമേ നമ്മൾ കുട്ടികളെ ഓർമ്മിപ്പിക്കണുള്ളൂ. അതിനപ്പുറത്ത് എന്ത് ഓർമ്മിപ്പിക്കണില്ല. ഞാൻ എന്ന ഈ എല്ലാ വേഷം കെട്ടലുകളും ഇല്ലാതിരിക്കുമ്പോഴുള്ള ഞാൻ ആരാണെന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല, എവിടെയും പഠിപ്പിക്കണില്ല. അത് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ പോലും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്. അതൊരു പരിമിതിയാണ്, അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പരിമിതിയാണ്. നിർത്തിയില്ല നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് സിസ്റ്റം മാറ്റാനുള്ള വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ നോക്കണം. അപ്പോൾ ഇവിടെ ഭക്തിയിൽ നിന്നുണ്ടാകേണ്ടത് ഈ അറിവാണ്. അപ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇത് ഭാഗവതവും മുമ്പോട്ട് വെക്കുന്നത് ഈ മൂന്നും കൂടിയാണെന്നാണ് ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്. എത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം. ഈ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ഒരുമിച്ചു ചേർന്ന നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ആദ്യത്തെ കഥ ഒരു കഥ പറഞ്ഞു തരുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. ഏത്? ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഒരുമിച്ചുള്ള അവസ്ഥ. ഇതാണ് പറഞ്ഞു വെച്ചത്. ഇത് നാരദ മഹർഷി കാണുമ്പോൾ ഇതിലൊരു ചെറിയ അപകടം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഭക്തി യുവതിയായിട്ടിരിക്കേണ്ടത് എന്ന് വെച്ചാൽ ഭക്തിക്ക് കുറച്ചും കൂടിയൊക്കെ പ്രസക്തി ഉണ്ട്. പക്ഷേ ജ്ഞാനവും വൈരാഗ്യവും മരണാസന്നരായിട്ട് കിടക്കുകയാണെന്നാണ്. എന്ന് വെച്ചാൽ ജ്ഞാനവും വൈരാഗ്യവും വേണ്ട എന്നാണ്. അപ്പോൾ നാരദ മഹർഷി അന്വേഷിച്ചപ്പോൾ ആളുകൾ തത്ര എന്താ പറയുക, അതിനെ സ്വീകരിക്കാൻ ഗ്രാഹക അഭാവാത് എന്നാണ്. ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സ്വീകരിക്കാൻ ആളില്ലാതെ വന്ന സമയത്ത് അതിൽ ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വാർദ്ധക്യമൊക്കെ വന്നു. വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഭക്തിയെ സ്വീകരിക്കാൻ ആളുണ്ടായി. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ആളില്ലാത്തത് കൊണ്ട് അവർ ജീർണാവസ്ഥയിലിരിക്കുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ അതിനെന്താ പരിഹാരം എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഇപ്പോൾ ഒരുപാട് അന്വേഷണം നടന്നു നാരദ മഹർഷി. ഒടുവിൽ സനകാദികളാണ് ബദ്രിനാഥിൽ വെച്ചിട്ട് സനകാദികളെ കണ്ടുമുട്ടിയപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത്, ഇത് ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടത്തണം. അങ്ങനെ ഒരു സപ്താഹ യജ്ഞം നടത്തുമ്പോൾ ഭാഗവത സപ്താഹത്തിലൂടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുമിച്ച് ഉയർച്ച നേടും എന്നാണ്. അതനുസരിച്ചിട്ട് സനകാദികളെ ആചാര്യനാക്കിക്കൊണ്ട്, സനകാദികൾ 4 പേരാണ്, സനകൻ, സനാതനൻ, സനൽകുമാരൻ, സനാതനൻ, 4 പേരെയും ആചാര്യനാക്കിക്കൊണ്ട് നാരദ മഹർഷി ഒരു ഭാഗവത സപ്താഹം സംഘടിപ്പിച്ചു. ആ സപ്താഹ യജ്ഞം അത് ഹരിദ്വാറിലാണ് നടക്കുന്നത്. വൃന്ദാവനത്തിലാണ് മരണാസന്നരായിട്ട് 2 പേര് കിടക്കുന്നത്. അവിടെ നിന്ന് 100-300 കിലോമീറ്റർ അപ്പുറത്താണ് സപ്താഹം നടക്കുന്നത്. പക്ഷെ അവിടേക്ക് സപ്താഹയജ്ഞം തുടങ്ങി, ഇതുപോലെ നമ്മൾ മഹാത്മ്യത്തിനൊക്കെ വട്ടത്തിലിരുന്നത് പോലെ അവർ തുടങ്ങിയപ്പോഴേക്കും സനകാദികൾ കഥ പറയാൻ ആരംഭിക്കുമ്പോഴേക്കും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും മരണാസന്നരായിട്ട് കിടന്നവർ അവിടേക്ക് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ആ വേദിയിലേക്ക് കടന്നു വന്നു എന്നാണ് കഥ. എന്നുവെച്ചാൽ ഭാഗവത സപ്താഹം കഴിഞ്ഞിട്ടല്ല ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉയർന്നു വന്നു എന്ന് പറഞ്ഞത്. ഭാഗവത സപ്താഹത്തിൻ്റെ തുടക്കത്തിലേ ഉണ്ടെന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ സപ്താഹം മുഴുവൻ കേട്ടിട്ട് മുക്തി, അല്ലെങ്കിൽ സപ്താഹം മുഴുവൻ കേട്ടിട്ട് പ്രയോജനം എന്നല്ല, സപ്താഹം തുടങ്ങുമ്പോഴേ അതിൻ്റെ പ്രയോജനമുണ്ട് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്. അങ്ങനെ ആദ്യത്തെ കഥ. അപ്പോൾ ആ കഥയിലൂടെ നമുക്ക് കാണിച്ചത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്തി ജ്ഞാന വൈരാഗ്യം എന്നുള്ളത് ഒരുമിച്ച് വേണമെന്നുള്ളതും.
രണ്ടാമത് ഭാഗവത സപ്താഹം കൊണ്ടുള്ള പരമപ്രയോജനം. ഇത് മൂന്നും ഒരുമിച്ച് ശ്രേയസ്കരമായിട്ട് ഉയർന്നു വരും, നമ്മുടെ എല്ലാവർക്കും ഉള്ളിൽ ഒരുമിച്ച് വരും എന്നുള്ളത്. അങ്ങനെ ഭക്തി ആനന്ദ നൃത്തം ചെയ്തു, ജ്ഞാനവൈരാഗ്യങ്ങൾ ആനന്ദ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഒക്കെ ഒരുമിച്ച് ആനന്ദ നൃത്തം ചെയ്യാനുള്ള വേദിയാണ് ഭാഗവത സപ്താഹം ചുരുക്കം. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഭക്തിക്കും ജ്ഞാനവും വൈരാഗ്യവും ഒരുമിച്ച് ആനന്ദ നൃത്തം ചെയ്തു എന്ന് മാത്രമല്ല, ആ വേദിയിലേക്ക് ശ്രീശിവ ബ്രഹ്മർഷി കടന്നു വന്നു. ആ വേദിയിലേക്ക് അനേകം പ്രഹ്ലാദ താളധാരി, തരളഗതിതയാ ചോദ്ധവ കാംസ്യധാരി എന്നൊക്കെ പ്രഹ്ലാദൻ, ഉദ്ധവൻ തുടങ്ങി ഭക്തന്മാർ മുഴുവൻ ആ വേദിയിൽ വന്ന് എല്ലാവരും കൂടി ആനന്ദ നൃത്തം ചെയ്യണമെന്നൊക്കെയാണ് കഥ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആനന്ദ നൃത്തം ചെയ്യണതൊക്കെ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് ഒരു അത്ഭുതമായി. ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രംഗം വെച്ചാൽ മരുന്ന് കൊണ്ടുവന്ന് വെച്ചു രോഗത്തിൽ. മരുന്ന് കൊണ്ടുവച്ചപ്പോഴേ അസുഖം മാറിയെന്നാണ്, കഴിച്ചിട്ടല്ലോ. ഭാഗവത സപ്താഹം തുടങ്ങിയിട്ടല്ലോ, അപ്പോഴേക്കും തന്നെ അസുഖമൊക്കെ മാറിയെന്ന് കണ്ടപ്പോൾ നാരദ മഹർഷി അത്ഭുതത്തോടുകൂടി സനകാദികളോട് ചോദിക്കുകയാണ്, ഈ ഭാഗവത സപ്താഹത്തിൻ്റെ പ്രയോജനം ആർക്കൊക്കെ കിട്ടും? ഇപ്പോൾ ഇവിടെ കിട്ടിയത് ഞാൻ കണ്ടു, ഇതുപോലെ ആർക്കൊക്കെ പ്രയോജനം കിട്ടും? ഭാഗവതം കൊണ്ട് ആർക്കൊക്കെ പ്രയോജനം കിട്ടും? ഇൻഡയറക്റ്റായിട്ട് വീണ്ടും നമ്മുടെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാനൊക്കെ കേട്ടിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഭക്തി ജ്ഞാനം വൈരാഗ്യമൊക്കെ കേട്ടു, അവർക്കൊക്കെ കാര്യം കിട്ടി. അല്ല, അപ്പം എൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഈ സ്വഭാവം ഈ ദുസ്വഭാവമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ കേട്ടിട്ട് എനിക്ക് വല്ല പ്രയോജനം കിട്ടുമോ? അല്ല, ഇതൊക്കെ വീണ്ടും നമ്മൾ ആദ്യത്തെ ചോദ്യമാണ്, എനിക്കെന്ത് കിട്ടും? ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും കിട്ടിയാക്കൊണ്ടിരിക്കട്ടെ, എനിക്കിപ്പോൾ എന്ത് കിട്ടും? അല്ലെ, എനിക്കിതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവായിട്ട് ഈ പൊതുവെ ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊന്നും അധികം തമാശയൊന്നും പറയാറില്ല. തമാശയൊക്കെ നമ്മൾ വരികളുടെ ഇടയിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് രസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടുമാണ് തമാശ പറയാറുള്ളത്. ഭാഗവതത്തിൽ തമാശയൊക്കെ കുറവാണ്, ഈ പുരാണങ്ങളിലൊക്കെ തമാശ എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ നമുക്ക് പരിചയമുള്ളൊരു ശ്ലോകം, ഈ പാരഡി പറയുന്നു, ഏകദേശം അതുപോലെ നമുക്ക് പരിചയമുള്ളൊരു ശ്ലോകം തലതിരിച്ചിട്ട് സനകാദികൾ നാരദനെ ചൊല്ലിക്കൊടുക്കും. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ, അതെല്ലാവർക്കും പറഞ്ഞ ശ്ലോകമാണ്. അത് തിരിച്ചു ചൊല്ലി കൊടുത്തു. അങ്ങനെയല്ല, ഇനിയോ കായേന വാച മനസേന്ദ്രിയേശ്ച നിത്യം പ്രകുർവന്തി ഹഠാ ഷഠേന ജയ്. വാശി പിടിച്ചിട്ട്, ഹഠ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട്, ഷാഠ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും തന്നെ വാശി പിടിച്ചിട്ട് ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഇത് നാലുമാണ് മനുഷ്യന് പ്രവർത്തിക്കാനുള്ളത്. ഈ നാല് കൊണ്ടും വാശി പിടിച്ചിട്ട് നിത്യം പ്രകുർവന്തി, പാപം മാത്രമേ ചെയ്യുള്ളൂ, തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് ഒരാൾ ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾ വാശി പിടിച്ചിട്ട് തെറ്റ് ചെയ്താലും അയാൾക്ക് പോലും സപ്താഹയത്തെ പുനന്തിതേനം, സപ്താഹയജ്ഞം കൊണ്ട് അവർ പോലും പരിശുദ്ധരാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു മെഡിറ്റേഷനോട് കൂടിയിട്ട് നമുക്ക് രാവിലെ ആരംഭിക്കാം. വളരെ വിപുലമായ സൗകര്യങ്ങളിലല്ല, സഹസ്രനാമം കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന ചെറിയൊരു മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനോട് കൂടിയിട്ട് ഭാഗവത അർച്ചന. അപ്പോൾ ഭാഗവത അർച്ചന ചെയ്യുന്നതിന് ഒരു മെഡിറ്റേഷനായിട്ട് ചെറുതായിട്ട് ചെറിയൊരു ലഘുവായ ഒരു മെഡിറ്റേഷനോട് കൂടി ഭാഗവത അർച്ചന. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കീർത്തനമൊക്കെ പാടാം. മുരളിയേട്ടൻ, രാജുചേട്ടനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടാവും. രാജശേഖരൻ പിഷാരടി കഴിഞ്ഞ കൊല്ലം ഉണ്ണിയേട്ടൻ വായനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ എവിടെ ഇപ്പോൾ സപ്താഹത്തിന് പോവുകയാണെങ്കിലും രാജുചേട്ടനും മുരളിയേട്ടനോട് കൂടെ ഉണ്ടാവാറുള്ളത് സ്ഥിരമായിട്ടുള്ളത്. അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ടേ ഞാൻ വായന ഏൽക്കാറുള്ളൂ. രാജുചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ അടുത്താണ്, അധികം ദൂരത്തൊന്നുമല്ല, പെരുമ്പാവൂർ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. മുരളിയേട്ടൻ കണ്ണൂരാണ് സ്ഥലം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം അറിയാം. അദ്ദേഹത്തിന് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ചുമതലകളിലുള്ള ആളാണ്. ഞങ്ങളുടെ കൂടെ കൊട്ടിയൂർ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ മുരളിയേട്ടൻ്റെ പരിചയം ഉണ്ടാവും. കാരണം മുരളിയേട്ടൻ്റെ ഇവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങാനായിട്ട് പോകാറുള്ളത്. കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. അദ്ദേഹം പാലോന്നം ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. കൊട്ടിയൂർ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പാലോന്നം കയ്യാറ്. അവിടെ ഉത്സവം തുടങ്ങി. അപ്പോൾ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെയായിരിക്കും. അവിടുത്തെ പല വീഡിയോയിലും പലതിലൊക്കെ ചിലപ്പോൾ ഇവർ ഏട്ടനും അനിയനൊക്കെയാണ് മിക്കവാറും കാണാറുണ്ടാവാറുള്ളത്. അതുമാത്രമല്ല, വൈക്കം മേൽശാന്തിയുടെ മരുമകനും കൂടിയാണ് തരണി. അഷ്ടപതി ഗായകൻ ഒക്കെ ഉണ്ടായിരുന്നു, പ്രശസ്തനായ പാട്ടുകാരനും എഴുത്തുകാരനൊക്കെ അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ പാട്ട് പാടുന്ന എടുത്ത് പറയണ്ടല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അഷ്ടപതി ഗായകൻ്റെ മരുമകനാണ്, പാരമ്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് അസലായിട്ട് പാട്ട് പാടുകയും ചെയ്യും. പിന്നെ കൊട്ടിയൂർ ക്ഷേത്രം അറിയുന്നവർക്കൊക്കെ അറിയാം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അവിടെ എപ്പോൾ പൂജ നടക്കുമ്പോഴും
ഭാഗവതം പാരായണം ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് 10ാമത്തെ സ്കന്ധത്തിലെ 60ാമത്തെ അധ്യായം പാരായണം ചെയ്യണം. അപ്പോൾ അങ്ങനെ തലമുറകളായിട്ട് ഒരു ഭാഗവത ബന്ധമുള്ള ആളുകളാണ്. അവരുടെ കുടുംബത്തിലെ ഒരു 5ഓ 6ഓ ഭാഗവതം വായിക്കുന്നവരുണ്ട്, സ്വത്താക്കാർ. ചിലപ്പോൾ അതിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നേക്കാം പലരും. കാരണം ഒരുപാട് ആചാര്യന്മാരുടെ ഇവർ പലരും പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാകുമെന്ന് പറയാം. അപ്പോൾ അതാണ് മുരളിയേട്ടനും രാജേട്ടനും. മുരളിയേട്ടൻ്റെ പാട്ടുണ്ടാവും. നമുക്കിത് കഴിഞ്ഞാൽ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഒരു കീർത്തനമൊക്കെ പാടി 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരാൾ ഭജനയ്ക്കായിട്ട് വരും. നിങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ആൾക്ക് ഓർമ്മ ഉണ്ടാവും, ഹരേ കൃഷ്ണ, അതന്നെ അദ്ദേഹം വരും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വേറൊരു പരിപാടിയിലാണ്, കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് പാടാൻ ആൾക്കാരുണ്ട്, പാട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാരായണം പ്രഭാഷണമൊക്കെ ആയിട്ട് വരാം. ഇവിടെ ഒരുപാട് ഭാഗവതം വായിക്കുന്നവരുണ്ട്, എനിക്ക് തന്നെ അറിയാം. പലരും പുസ്തകം വായിക്കുന്നവരുണ്ടല്ലോ. ഭാഗവതം പുസ്തകമായിട്ട് വരും, എല്ലാവർക്കും കൂടി വായിക്കാം. പ്രധാനം ഭാഗവത പാരായണമാണ്. സപ്താഹയജ്ഞത്തിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഭാഗവത പാരായണമാണ്. കാരണം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വരിയും വായിക്കുന്നത് വേദവ്യാസൻ്റെ വാക്കുകളാണ്. നമ്മൾ വീണ്ടും ഉച്ചരിക്കുന്നത് ഒരു 5000 വർഷങ്ങൾക്കപ്പുറത്ത് വേദവ്യാസ മഹർഷി എന്താണോ അന്ന് എഴുതി വെച്ചത്, അന്ന് ഉച്ചരിച്ചത്, അതേ വാക്കുകളാണല്ലോ നമ്മൾ വീണ്ടും, വേദവ്യാസ മഹർഷിയുടെ ശബ്ദമാണ് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു മഹത്വമുണ്ട്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് പ്രഭാഷണം ചെയ്യണ ആളുടെ കാഴ്ചപ്പാടുള്ള ചില ആശയങ്ങൾ മാത്രമാണ്. അതിന് ചിലപ്പോൾ ശരിയുണ്ടാവും, ചിലത് തെറ്റ് ചെയ്ത് വരും, ചിലതൊക്കെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും, ചിലർ എതിരഭിപ്രായങ്ങളുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ മറ്റത് അങ്ങനെയല്ല. പാരായണത്തിൽ വേറെ ലോകമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. അതാണ് സപ്താഹയജ്ഞത്തിൽ ഭാഗവത പുസ്തകമുള്ളവരൊക്കെ കൊണ്ടുവരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അത് പാരായണം ചെയ്യാം. ഇടയിൽ സമയത്തിനനുസരിച്ചിട്ട് കുറച്ച് പ്രഭാഷണങ്ങളും ചെയ്യാം. അതാണ് നമ്മുടെ ഒരു ക്രമത്തിലുള്ള ഒരു ചിട്ട. അതും കൂടി പറയാം. വൈകുന്നേരം 6:30 നിർത്തുന്നതായിട്ടാണ് നോട്ടീസ് പ്രകാരമുള്ളത്. പിന്നെ ഒക്കെ സൗകര്യം പോലെ 7 8 8:30 അങ്ങനെ അങ്ങോട്ട് പോകണം. അതൊക്കെ പിന്നെ നമ്മുടെ ആളുകളുടെ എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ചിട്ട് നീട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് വരുന്ന 7 ദിവസം 17-ാം തീയതി ഉച്ച വരെയുള്ള സമയത്ത് ഭാഗവതത്തിലെ കഥകളെ മുഴുവൻ വായിക്കുകയും പറ്റുന്ന കഥകളെയൊക്കെ മനനം ചെയ്യുകയും ചെയ്തിട്ട് നമുക്കങ്ങനെ മുമ്പോട്ട് പോവാം അടുത്ത ദിവസങ്ങളിൽ. ഇതാണ് ഇനിയുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോൾ സാമ്പ്രദായികമായിട്ട് ഭാഗവതത്തിലെ മഹാത്മ്യത്തിലെ ഒരധ്യായം, അത് ഏതാനും ഭാഗങ്ങൾ പാരായണം ചെയ്യും. അത് പാരായണം ചെയ്ത് നമ്മൾ സമർപ്പിക്കാം.